പോയി കിടന്ന് ഓടണ എന്തിനെന്നറിയാമോ? ഇത് വന്നാ ചുമ്മാ വിളിച്ചിട്ട്. ഹായ്. അപ്പം നമ്മൾ ഈ ഓടി ഇത്രയും കഷ്ടപ്പെട്ട് ഓടണം എന്തെന്നറിയോ? നമ്മൾ ഈ ചോറ് ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ സ്ഥലത്ത് ഓടി വരികയും പെട്ടെന്ന് വരികയും ഞാൻ ഇതാ പോണ് അവിടെ എത്താറായി, കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പം വണ്ടിയിലാണ് വരണത്. അപ്പം നമ്മൾ ഓടി പോവുകയാണ്. അപ്പോൾ അവർ തന്നിട്ട് അങ്ങ് പോവും, വണ്ടി ഓട്ടത്തിന് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓടുന്നത്. അവർ വന്ന് എത്തും മുമ്പേ നമുക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എത്തിയതും ചേട്ടൻ അവിടെ വന്നു. ആശുകുട്ടിയാണ് അപ്പുറത്ത് പോയത്. അപ്പോൾ അവർ സാധനം തന്നിട്ട് അങ്ങ് വണ്ടി ഓട്ടത്തിന് പോകും. ഇതാണ് അവർ ഓട്ടിക്കുന്ന വണ്ടി എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അപ്പുറത്ത് പോയത്. അപ്പം കള്ളം പറ്റിച്ചിട്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് കള്ളം പറ്റിച്ചത് എന്തെന്നറിയോ? നമ്മൾ ഓടി വന്നിട്ട് നമ്മളെ പറ്റിക്കാനാണ് അവർ. 2-3 സാധനം അവരെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് കൊണ്ടുവരാനേ ഉള്ളൂ. എന്നാലും നമ്മൾ ഓടിപ്പോയി അവരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് നമ്മളെ ചമ്മിപ്പിക്കുക അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കൂട്ടിക്കൊണ്ട് വരണത്, നമ്മളെ കൂടെ വരണത്. ഇത്ര തന്നെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മോള് ചോളമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ പുതിയൊരു ഡിഷ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്ന് പകുതി ഞാൻ കെരുവി വാങ്ങിച്ച് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ ഡിഷ് എന്ന് പറഞ്ഞാൽ ബ്രൊക്കോളിയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് ഈ അപ്പത്തിനൊക്കെ കൂട്ടാനൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം എത്ര തന്നെ. ടാറ്റ, ബൈ ബൈ, സീ യു, ബൈ.